ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എന്നത്തെയും പോലെ ഞാൻ ഇന്നും വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോവാ അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് സ്വാർത്ഥതയെ കുറിച്ചാണ്. അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് സ്വാർത്ഥത. എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികള്, എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ അളവിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ചിലര് സ്വന്തം മക്കൾക്ക് വരെ ശരിക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല. നമ്മുടെ സ്വത്ത് അങ്ങനെ കൂട്ടി വെച്ചിട്ട് കുട്ടികൾക്ക് അവകാശം, അവർക്ക് എന്തെങ്കിലും ചെയ്യണ കാലത്ത് വരെ അത് പങ്കുവെച്ചു കൊടുക്കില്ല. അപ്പൊ ഞാൻ പറയണത് ഒരു 10-60 വയസ്സൊക്കെ കഴിയുമ്പോ നമുക്ക് വിൽപത്രം എഴുതാം. എഴുതണവർക്ക് എഴുതാം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള മുതലും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മക്കൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭാഗം വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയാം. എല്ലാ സ്വത്തും നമ്മൾ എടുത്തു വെക്കരുത്. പിന്നെ ചിലരുണ്ട് എല്ലാതും കൂടി കൊടുക്കും. അവരും ഞാൻ ബോഷന്മാരെന്ന് പറയുള്ള ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ജീവിക്കാൻ, നമുക്ക് കിടക്കാനുള്ള സ്ഥലം എഴുതി മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളെ പുറത്താക്കുന്നത്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു അപ്പനെയും അമ്മേനെയും നമ്മൾ കണ്ടതാണ്. പിന്നെ പോലീസൊക്കെ വന്നിട്ടാണ് അവരെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നതും പിടിക്കുന്നതൊക്കെ. അവരെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതൊരിക്കലും നമ്മള് ചെയ്യരുത്. നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടാവണം. ഇവര് നമ്മളെ നോക്കില്ലെന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് ജീവിക്കാനുള്ളത് മാറ്റി വെക്കുക. ഞാൻ പറഞ്ഞത് കൂടുതൽ മാറ്റി വെക്കുന്നവരെ കുറിച്ച്. അവര് പൊതുവെ സ്വാർത്ഥരാണ്. അവരുടെ മക്കളും അങ്ങനെ ഇനിയായിരിക്കും, സ്വാർത്ഥരായിരിക്കും. കാരണം എന്താ വെച്ചാല് അവരത് കണ്ടിട്ടാണ് വളരുന്നത്. കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ സ്കൂളിലൂടെ ആയാലും എവിടെയായാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് ഒരു പെൻസിലില്ല എന്ന് പറഞ്ഞാൽ നീ കൊടുത്തോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ മോളോട് പറയും, നല്ലൊരു പേഷ്യന്റ് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നീ അത് കണക്കാക്കണ്ട, കൊടുത്തോ, അതൊക്കെ നാളെ കിട്ടും നമുക്ക് എന്ന് പറയും ഞാൻ. അത് അമ്മമാരപ്പന്മാരാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്വാർത്ഥത കുറയും. ഇതിങ്ങനെ ആർത്തി പിടിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ഇവരാരും നമ്മൾ നോക്കൂല, അല്ലെങ്കിൽ നോക്കില്ല. ഇവര് മക്കളെ നോക്കുന്നു വിചാരിച്ച് നമ്മൾ ആരും ജീവിക്കണ്ട. അത് എളുപ്പമല്ല ഇനിയുള്ള കാലം. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ജോലിയാണ്, അവർക്ക് അവരുടേതായ കാര്യങ്ങളും. പിന്നെ അന്നത്തെ മക്കളുടെ പോലെ ഒരു നിസ്വാർത്ഥരൊന്നല്ല ഇപ്പോഴത്തെ ആൾക്കാര്. പിന്നെ അവർക്ക് പറ്റൂല, അവർക്ക് സമയമില്ല, അവര് ബിസിയാണ്. അപ്പൊ അതൊക്കെ കിട്ടിയ ഭാഗ്യം എന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ ഇനിയുള്ള കാലം. അപ്പൊ നമ്മൾ കുറെ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആർക്കാണ് ഈ കൂട്ടി വെക്കുന്നത്? ആർക്കും കൂട്ടി വെക്കണ്ട. നമുക്ക് ഉള്ളതിനനുസരിച്ച് ജീവിക്കുക. ഒരു പങ്ക് നമ്മൾ മാറ്റി വയ്ക്കുക നമുക്ക് ജീവിക്കാനായിട്ട്. നമുക്ക് കിടക്കാനൊരു സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കരുതായിരിക്കും. മനസ്സിലായ? സ്വാർത്ഥത എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ നിസ്വാർത്ഥരായി വളർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കിട്ടുന്ന പൈസ നമ്മൾ മൂടി വെക്കുന്നതൊക്കെ ഇവരിങ്ങനെ കാണാണ്. നമ്മളൊരു 10 പൈസ നമ്മള് മറ്റുള്ള ആർക്ക് ഒരു രോഗികളായിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാതും എടുത്തു കൊടുക്കാനല്ല, വല്ലതും കാണുമ്പോ നമുക്ക് ഡയറക്റ്റ്. അതിന് കൂടുതലും ഇവിടെ വരണത് എന്ന് വെച്ചാൽ മീഡിയേറ്റർ ഉണ്ടാവും ഇത്. എന്നിട്ട് ആ മീഡിയേറ്റർ ഇതിന്ന് കുറെ എടുക്കും. അതാണ് പ്രശ്നം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വല്ലതൊക്കെ വരുമ്പോ നമുക്ക് ഇപ്പൊ ഒന്നും ഇല്ല. ഉള്ള കാലത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാം. ആ ഡയറക്റ്റ് ആൾക്ക് ഞാൻ കൊടുക്കും. അപ്പൊ നമുക്ക് നാളെ എങ്ങനെയെങ്കിലും അത് നമ്മുടെ കയ്യിൽ വരും. നമ്മൾ വിചാരിക്കണത് ഇത് കൂട്ടി വെച്ചാലേ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുമ്പോ അപ്പുറത്തുനിന്ന് ഒരു താങ്ങ് നമുക്ക് വരും, നമ്മള് കഷ്ടപ്പെടുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ വളർത്തണം എന്ന് പറയാം. അപ്പൊ കുറച്ച് ഇത്രയും സ്വാർത്ഥത കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സ്വാർത്ഥതയാണ്. അവരുടെ ഈവൻ അപ്പനമ്മയ്ക്ക് വരാനുള്ള സ്ഥാനമില്ല. ഒക്കെ അവര് മാത്രം. നമ്മുടെയൊക്കെ കാലത്ത് നമ്മള് അപ്പനമ്മമാരൊക്കെ വിളിച്ചിരുന്നു. അതുവരെ സ്ഥാനമില്ലാത്ത സമയമാണ് ഇപ്പൊ. അതെങ്ങനെയാണ് വന്നത്? നമ്മളിൽ കൂടി തന്നെയാണ് അവരത് പഠിക്കുന്നത്. നമ്മളെല്ലാം കൂട്ടി വെച്ച് ഇങ്ങനെ ആർക്കും കൊടുക്കില്ല. ബന്ധുക്കള് കഷ്ടപ്പെടാണ്ടാലോ അല്ലെങ്കിൽ ആര് കഷ്ടപ്പെടാണ്ടാലോ ഒന്നും കൊടുക്കില്ല. ഒക്കെ അങ്ങനെ കൂട്ടി വെക്കും. എന്നിട്ട് വല്ല കാര്യമുണ്ടാ? നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല, പോകുമ്പോ
ഒരു വെള്ള തുണിയിൽ പതിച്ച് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. നമുക്കൊരു കാര്യമില്ല അതില്, നമ്മൾ കൂട്ടി വെച്ചിട്ട്. ഇനി കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കൂടുതൽ നമ്മളെ നോക്കൂല, നോക്കണവരെ തന്നെയാ നമ്മളെ നോക്കുള്ളൂ. അപ്പൊ വല്ലവർക്കൊക്കെ ഒരു സഹായം ചെയ്യാനൊക്കെ നമ്മളിപ്പൊ തന്നെ കുട്ടികൾക്ക് വല്ല കഥകളിലൂടെയാ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക. അതുപോലെ ചില കാര്യങ്ങൾ അവരിങ്ങനെ വന്ന് പറയുമ്പോ അങ്ങനെയാണ് മമ്മി എന്താണ്, നീ അവർക്ക് ഒരു 10 രൂപ കൊടുത്തടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് കൊടുക്കേണ്ടതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മള്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരും, ഇത് ആർക്കും കൊടുക്കരുത്, ഒക്കെ എന്റെ മാത്രം, എന്റെ കുട്ടികൾക്ക് മാത്രം, എന്റെ ഭർത്താവിന് മാത്രം, അങ്ങനെ ചിന്തിച്ച് അവരെ നടത്തരുത്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഭൂമിയിൽ ഒരാൾക്കൊന്നും ചെയ്യില്ല. അപ്പൊ ചിലരെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും. നമ്മളിപ്പോ എന്റെ മോളെന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അവള് വല്ലൊരു ആശുപത്രി ഒരു പേഷ്യന്റ് പൈസ ഇല്ല എന്ന് പറയുമ്പോ അത് പറഞ്ഞിട്ടാ ഞാൻ എഴുതുള്ളൂ എന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും അങ്ങനത്തെ സാറുമാരുണ്ട്. അവരങ്ങനെ കണിശമായിട്ടൊന്നും പൈസ ആൾക്കാരെ ഒന്നും ചോദിക്കില്ല, വാങ്ങിക്കില്ല. അവർക്കില്ലേ, അവർക്ക് ചെയ്തു കൊടുക്കും. അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് വരെ മരുന്നും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇവള് അങ്ങനെയൊന്നും ആയിട്ടില്ല, ഇവളൊരു തുടക്കക്കാരിയാണ്. അപ്പൊ ഞാൻ പറയും, നീക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും അവസരമായിട്ടുള്ള ഒരു രോഗി വന്നിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോ നീ ആ പൈസ അവഗണിക്കുക, അത് വേണ്ട, അത് സാരില്ല, നമ്മൾ പറഞ്ഞോളൂ, ഞാൻ മരുന്ന് എഴുതാന്ന് പറയാ. അത്രയും ചെയ്താൽ മതി, അവൾക്ക് അത്രേ പറ്റുള്ളൂ. കാരണം അവൾക്ക് അങ്ങനെ എടുത്തു കൊടുക്കാനായിട്ട് ആയിട്ടില്ല അവള്. അങ്ങനെ ആവുമ്പോൾ ചീത്ത. അപ്പൊ നമ്മള് ചെറിയ തോതിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാ. ഇപ്പൊ എല്ലാതും ഇങ്ങനെ ഒറ്റ ഒരു എന്താ പറയാ, നമ്മുടെ വീട്ടില് അപ്പനും അമ്മയും ഈ 2 കുട്ടികളും മാത്രം ഒതുങ്ങി കൂടിയൊരു ജീവിതമാണ്. പുറം ലോകല്ലേ, പണ്ടൊക്കെ കൂട്ടുകുടുംബല്ലേ, അപ്പൊ നമുക്ക് കൊണ്ടും കൊടുത്തൊക്കെ നല്ല പരിചയ. എല്ലാവരും കൂടി ഇപ്പൊ ഞങ്ങൾ അച്ഛന്റെ മക്കളും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അവരെ കൊണ്ടും കൊടുത്തും പരിചയമാകുമ്പോ നമുക്ക് കൊടുക്കുമ്പോ വിഷമം തോന്നില്ല. ഇതിപ്പോ ഒക്കെ ഒറ്റ മക്കളായിട്ട് അവർക്ക് മാത്രം. പിന്നെ നമ്മളും വേറെ ആർക്കും കൊടുക്കില്ല, നമ്മൾ കൊടുക്കണത് അവർ കണ്ടിട്ടില്ല, അപ്പൊ അവർക്ക് അറിയില്ല അങ്ങനെ കൊടുക്കണമെന്ന്. അങ്ങനെയാണ് അവരും വളരുന്നത്. അപ്പൊ കുറച്ച് സ്വാർത്ഥത നമ്മളും അവസാനിപ്പിക്കുക. നമ്മുടെ മക്കളെ ഇത്രയും സ്വാർത്ഥത ഇല്ലാതെ ഒന്ന് എന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ പൈസ എടുത്ത് കൊടുക്കാനല്ല, നമുക്ക് ജീവിക്കാനുള്ള പൈസ വെച്ചിട്ട് കുറെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് വല്ലവർക്കൊക്കെ കൊടുക്കാം. എല്ലാ കാര്യത്തിലും സ്വാർത്ഥത നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോ എന്താ വെച്ചാല് ഭർത്താവിന് ഒരു അസുഖം വന്നാലോ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാലോ നോക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവര് സ്വയം മാത്രം ജീവിച്ചിട്ടുള്ളൂ, ഇവര് ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല. കാലെടുത്ത് അങ്ങനെ വെച്ചു കൊടുക്കില്ല അവര്. അപ്പൊ എന്താന്നറിയോ, അങ്ങനെ വളരും അവര്. അങ്ങനെയല്ല നമ്മൾ വളർത്തേണ്ട കുട്ടികളെ എന്ന് പറയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചും മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യാനൊക്കെ പഠിപ്പിച്ചും നമ്മൾ കുട്ടികളെ വളർത്തണം എന്നാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ട വീണ്ടും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.